ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പരിപ്പുവടയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 200 ഗ്രാം പരിപ്പുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വെക്കാം. പരിപ്പ് കുതിർക്കാൻ വെച്ചിട്ടിപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലെ വെള്ളമൊന്ന് ഊറ്റിക്കളഞ്ഞെടുക്കണം. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ പരിപ്പ് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് വടക്കുള്ള മാവ് തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് പരിപ്പ് കുറേശ്ശെയായി ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇതുപോലെ ചെറിയ തരിതരിപ്പോട് കൂടി കയ്യിലിട്ട് ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. പരിപ്പ് മുഴുവനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പരിപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വട പരത്തിയെടുക്കാനുള്ള എളുപ്പത്തിനും അതുപോലെ പൊട്ടിപ്പോവാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് കടലമാവ് ചേർക്കുന്നത്. ഇനിയൊരു സവാളയുടെ പകുതി വളരെ ചെറുതായി അരിഞ്ഞത്, ഇത് 1/2 കപ്പോളം വരും. 5 ചെറിയ ഉള്ളി, ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, 3 ഉണക്കമുളക് അരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ ജീരകം, വലിയ ജീരകമാണിത്, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി കൈകൊണ്ട് നല്ലപോലെ കുഴക്കണം. ഇനി ഓരോ ഉരുള മാവ് എടുത്തിട്ട് ഉരുട്ടിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം. സൈഡൊന്ന് കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചുട്ടെടുക്കാൻ. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ എണ്ണയിൽ നിന്നും മാറ്റാം. നമ്മുടെ പരിപ്പുവട എല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.